മനസ്സിൽ ആവേശത്തിന്റെയും ആനന്ദത്തിന്റെയും പെരുമ്പറ മുഴക്കി ഓണക്കാലം വന്നെത്തി. ജാതിമത ഭേദമന്യേ എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന സർവ്വ ഐശ്വര്യങ്ങളുടെ ഉത്സവമാണ് ഓണം. വിശ്വാസം, ഭക്ഷണം, വസ്ത്രം, വിനോദം തുടങ്ങിയ മലയാളി ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും സ്പർശിച്ചുകൊണ്ട് ഒഴുകിയെത്തുന്ന ജീവൻ പ്രവാഹമാണ് ഓണം. ഒത്തുചേരലിന്റെയും പങ്കുവെക്കലിന്റെയും പൂക്കൾ വിടരുന്നതോടൊപ്പം എന്നോ മറന്നുപോയ നന്മയുടെ ഓർമ്മപ്പെടുത്തലും അതിലൂടെ തിരിതെളിയുന്നു. എന്നാൽ ആകസ്മികമായി വന്നെത്തിയ മഹാമാരി ഓരോ മലയാളി മനസ്സിലും നക്ഷത്രങ്ങളെ ഏൽപ്പിച്ചു. എങ്കിലും മഴവില്ല് വരയ്ക്കാൻ പഠിപ്പിച്ച അസ്തമയ സൂര്യനിൽ നിന്ന് ഉദിച്ചുയർന്നവരാണ് നാം എന്ന ബോധ്യത്തോടെ നഷ്ടപ്രതാപത്തിന്റെ വീണ്ടെടുപ്പിനായി, നന്മയുടെ വിളവെടുപ്പ് ഉത്സവത്തിനായി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പൂക്കൂടകൾ നിറയ്ക്കാം. ചെറുപുഷ്പം ഇസ്ലാം മന്ദിരത്തിലെ റോസാ പുഷ്പങ്ങൾ ഓരോന്നും കോർത്തിണക്കി സ്നേഹിതനൊരു സ്നേഹവീട് നൽകിയപ്പോൾ, വയനാടിനും നെഞ്ചിലൊരിടം നൽകിയപ്പോൾ, അക്ഷരാർത്ഥത്തിൽ മാവേലിയെ സ്വീകരിക്കാൻ നാം ഹൃദയത്തിൽ വേദി ഒരുക്കി കഴിഞ്ഞു. പ്രജാക്ഷേമ തൽപരനും ദാനശീലനുമായ മാവേലി തമ്പുരാനെ പോലെ തന്റെ മക്കളുടെ ഹൃദയതാളം മനസ്സിലാക്കി അവരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന നമ്മുടെ HM സിസ്റ്റർ റോസ്ലിൻ വർഗീസ് ഓരോ കുരുന്നുകളിലും കരുണയുടെയും കരുതലിന്റെയും പൂവിളക്കുകൾ തെളിയിക്കുന്നു. ഓണത്തുമ്പികളും ഇന്നലകളിലെ വിസ്മൃതിയിലേക്ക് നിമിഷവേഗങ്ങളിൽ മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഓർമ്മയിലും അവയെ വീണ്ടെടുക്കുന്നത് മലയാളി എന്ന നിലയിൽ നാം ഓരോരുത്തരുടെയും പ്രതിബദ്ധത കൂടിയാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആത്മീയ ഉണർവ് നൽകുന്ന പൊന്നോടക്കുഴലൂതി പൊൻവെയിലിൽ കുളിച്ച് പൊന്നിൽ കസവണിഞ്ഞ പൊന്നോണത്തെ പ്രാർത്ഥനാ ഗീതികളോടെ വരവേൽക്കാം. ശ്രീ
സങ്കീർത്തനം 156. Respected Chief Guest, Reverend Sister Superior, Sister Renjita, our PTA President, Mr. Boban Chor, Reverend Sisters, beloved parents, teachers, non-teaching staff, and my dear students. ജാതിമത ഭേദമില്ലാതെ കേരളീയ മക്കൾ എല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണല്ലോ ഓണം. നല്ല കാലത്തെ ഓർമ്മ പുതുക്കുന്ന തിരുവോണത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. കള്ളവും ചതിയും കൈക്കൂലിയും കാപട്യവുമില്ലാത്ത നാട് ഭരിച്ചുകൊണ്ടിരുന്ന മഹാനായ രാജാവായ മഹാബലി തമ്പുരാൻ്റെ അനുസ്മരണത്തോടനുബന്ധിച്ചാണ് നാം ഓണം ആഘോഷിക്കുന്നത്. സിസ്റ്റർ പറയുന്നത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവർക്കും ഒരു പ്രത്യേക സമ്മാനമുണ്ട്. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നവർക്ക് ശ്രദ്ധയോടെ ഇരുന്നാലേ സമ്മാനം കിട്ടുള്ളൂ. ഇടയിലാണ് ചോദ്യം വരിക. മഹാബലിയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് വേദവ്യാസൻ തൻ്റെ കൃതിയായ ഭാഗവതത്തിലാണ്. ഈ ഭാഗവത പുരാണമനുസരിച്ച് ബലിയെ വാമനൻ കണ്ടുമുട്ടുന്നത് ഇന്നത്തെ ഗുജറാത്തിലുള്ള നർമ്മദാ നദീതീരത്ത് 100ാമത്തെ യാഗശാലയിൽ വെച്ചാണ്. 3 അടി മണ്ണ് ചോദിച്ച് നിൽക്കുന്ന വാമനനെ കണ്ടപ്പോൾ എത്ര നിസ്സാര കാര്യമാണ് തന്നോട് ചോദിക്കുന്നത് എന്നോർത്ത് മഹാബലി ആ അളന്നെടുക്കുവാനായിട്ട് അനുവാദം കൊടുക്കുകയാണ്. ആദ്യത്തെ അടി അളന്നപ്പോൾ തന്നെ തനിക്കുള്ളതെല്ലാം തീർന്നുപോയി. ശിരസ് നമിച്ച് മഹാബലി മൂന്നാമത്തെ അടി അളക്കുവാനായി ആവശ്യപ്പെടുന്നു. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ മഹാബലിയെ തൻ്റെ പാദം കൊണ്ട് അനുഗ്രഹിച്ച് സ്വർഗം നൽകി എന്നാണ് വാമന പുരാണത്തിൽ പറയുന്നത്. അറിവിൻ്റെ പ്രതീകമാണ് വാമനൻ. താൻ തിന്മയുടെ പ്രതീകമായ അസുരവംശത്തിൽ നിന്നും യാഗത്തിലൂടെ പടിപടിയായി ഉയർന്ന് ദൈവികതയിലെത്തി നല്ല രാജാവായവനാണ് മഹാബലി. എന്നേക്കാൾ നല്ലവനായി വേറെ ആരുമില്ല. നല്ല ആരോഗ്യമുള്ള, നല്ല കഴിവുള്ള, എല്ലാവരെയും സ്നേഹിക്കുന്ന രാജാവാണ് താൻ എന്ന അഹന്തയുള്ള ബലിയെ സമർപ്പണത്തിൻ്റെയും എളിമയുടെയും പ്രതീകമാക്കുകയാണ് വാമനൻ. മഹാബലി ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നവൻ്റെ പ്രതീകമാണ്. കള്ളവും ചതിയുമില്ലാത്ത ഒരു രാജ്യം എല്ലാവരും സ്വപ്നം കാണുന്നുണ്ട്. തിന്മ പ്രവർത്തിക്കുമ്പോഴും നന്മ ആഗ്രഹിക്കുന്നുണ്ട്. സ്വാർത്ഥതയില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് ഉദയം ചെയ്യുന്നുവോ അന്ന് ഇത് യാഥാർത്ഥ്യമായി തീരും. രാജ്യം ഭരിക്കുന്നത് സ്വന്തം നേട്ടത്തിനുള്ള ഉപാധിയായി മാറുമ്പോൾ തിന്മ പെരുകുകയാണ്. അഴിമതിയും അക്രമവും കൈക്കൂലിയും കൊടികുത്തി വാഴുമ്പോൾ നല്ല സാമ്രാജ്യം വഴിമാറുകയാണ്. ഓണം തോൽവിയുടെ ആഘോഷമാണ്. എന്തിൻ്റെ ആഘോഷമാണ് ഓണം? മഹാബലി തോറ്റുകൊടുത്തതിൻ്റെ ഒരാഘോഷം. ജയിക്കുമ്പോൾ പിന്നിലേക്ക് പോകുന്ന ഒരു കളിയുണ്ട്. അതെന്ത് കളിയാണെന്ന് അറിയാമോ? ജയിക്കുമ്പോൾ പിന്നിലേക്ക് പോകുന്ന ഒരു കളി എന്താണ്? വടംവലി. വെരി ഗുഡ്, സ്ഥിരമാണ്. ജയിക്കുമ്പോൾ പിന്നിലേക്ക് പോകുന്ന കളിയാണ് വടംവലി. നന്മയ്ക്കായി സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന് മുൻപാകെ നമുക്ക് നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിക്കാം. മഹാബലിയെ പോലെ ശിരസ് നമിക്കാം. എളിമയുള്ളവരായി തീരാം. അങ്ങനെ മഹാബലി നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് ജയിക്കട്ടെ. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സ്നേഹപൂർവ്വം ഇവിടേക്ക് കടന്നു വന്ന ചെറുകുട്ട് ആശ്രമം സുപ്പീരിയർ സിസ്റ്റർ രഞ്ജിതയെ ഏവരും പരിചയപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കാനും അവരുടെ ലീലാവിലാസങ്ങൾ ആസ്വദിക്കാനും ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് സിസ്റ്റർ. ഒത്തിരി സ്നേഹത്തോടെ, ചെറുകുഞ്ഞിരിയോടെ ഏവർക്കും സമീപിക്കാൻ എളുപ്പമുള്ള സിസ്റ്ററിൻ്റെ സൽസ്വഭാവത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇവിടെ ഈ സമയം ഞങ്ങളോടൊപ്പമായിരിക്കുന്ന സിസ്റ്ററിനെ വലിയ സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
ചെറുകുട്ട വിദ്യാലയത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മുന്നേറുന്നവരാണ് PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഏത് കാര്യത്തിനും നിസ്വാർത്ഥ സ്നേഹ സേവനം കാഴ്ചവെക്കുന്ന വ്യക്തിയാണ് ശ്രീ ബോബൻ ജോർജ്. നമ്മുടെ ഏതൊരു ആവശ്യത്തിനും സന്നിഹിതനായി മുന്നേറുന്ന PTA പ്രസിഡന്റ് ശ്രീ ബോബൻ ജോർജിനെ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും സന്തോഷപൂർവ്വം ഇവിടേക്ക് കടന്നു വന്ന സിസ്റ്റേഴ്സിനെയും രക്ഷാകർത്താക്കളെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചെറുകുട്ടം വിദ്യാലയത്തിൻ്റെ നെടുംതൂണുകളായി നിലകൊള്ളുന്ന എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും ഈ ആഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മനസ്സ് തുറന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരട്ടെ. എന്തായിരിക്കും? ഹാപ്പി ഓണം. എല്ലാവർക്കും നന്മയുടെ, സമൃദ്ധിയുടെ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ എല്ലാം നിറഞ്ഞ നല്ല ഓണ ആശംസകൾ. എനിക്ക് തിരിച്ചല്ലേ? തിരിച്ചു തന്നോ? ഈ ഓണം എന്തിനായിരിക്കണം എന്നുള്ളത് ഇവിടെ രണ്ട് സിസ്റ്റർമാരും നമ്മൾക്ക് പറഞ്ഞു തന്നു. ഓണത്തെക്കുറിച്ച് മറ്റുള്ള ആളുകളൊക്കെ നമ്മളോട് ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. പക്ഷേ ഓണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള ചടങ്ങുകളിൽ, ഇതുപോലുള്ള ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴാണ് ഓണം എന്തിനാണ് എന്ന് മനസ്സിലാക്കുക. അതിൽ
കന്നിമഴപ്പാടത്ത് കണ്ണെറിയും